നമസ്കാരം. രാഖീസ് രുചികളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഷേസ്വാൻ നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഡ്രാഗൺ ചിക്കനും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഷേസ്വാൻ നൂഡിൽസാണ്. ഷേസ്വാൻ നൂഡിൽസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചിട്ട് ഇടിയപ്പത്തിൻ്റെ ചില്ലിലിട്ടിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് തിളപ്പിച്ചതാണ്. ഒരു 10-15 മിനിറ്റ് ആ വെള്ളത്തിൽ കിടന്ന് തിളച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് കഴുകി നമ്മൾ ഇത്തിരി തണുത്ത വെള്ളം ഒഴിച്ച് ഊറ്റി വെച്ചേക്കുന്ന നൂഡിൽസാണിത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് തടിയുള്ള ചില്ലാണ് ഞാൻ യൂസ് ചെയ്തേക്കണത്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇടിയപ്പത്തിന് വേണ്ടി പിഴിയണ ചില്ല് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിനാവശ്യമായ ഷേസ്വാൻ നൂഡിൽസ് ആയ സ്ഥിതിക്ക് ഷേസ്വാൻ സോസ് വേണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഇത് നമ്മളുടെ കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി തിളച്ച വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്ത് വച്ചിട്ട് അത് അരച്ചെടുത്തേക്കാതെ ഈ ഒരു ബൗൾ എന്ന് പറഞ്ഞാൽ ഒരു മെഷറിങ് കപ്പിൻ്റെ അത്ര ഉണ്ട്. അപ്പോൾ ഒരു മെഷറിങ് കപ്പിൻ്റെ അത്ര ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവോള, ഒരു 1-1.5 ടേബിൾ സ്പൂണിനടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് നുറുക്കിയത് വേണം. പിന്നെ ആവശ്യമുള്ളത് വെജിറ്റബിൾ ഓയിലാണ്. സൺഫ്ലവർ ഓയിലാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ വേറെ ഏത് വെജിറ്റബിൾ ഓയിലാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ. പിന്നെ കുറച്ച് വിനാഗിരി വേണം. 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂണിനടുത്ത് ഷുഗറും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ ഗ്രീൻ ചില്ലി സോസേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത് 2-2.5 ടേബിൾ സ്പൂണിനടുത്ത് എല്ലാം ക്യാബേജ്, നമ്മുടെ ക്യാരറ്റ്, ഒരു ഓണിയൻ ചോപ്പ് ചെയ്തത്, കുറച്ച് ബീൻസ്, ഒരു 1/2 ടീസ്പൂണിനടുത്ത് വെളുത്തുള്ളി, ഏതോ 1 ടേബിൾ സ്പൂണിനടുത്തിട്ട് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്, സെലറി ഉണ്ടെങ്കിൽ സെലറി എടുക്കുക. ഇനിയിപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മല്ലിയില ആണെങ്കിൽ എടുക്കാം. അപ്പോൾ നമുക്ക് ഷേസ്വാൻ സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. 2-2.5 വരെയൊക്കെ ഒഴിക്കാം കേട്ടോ. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് ആദ്യം ചെയ്യേണ്ടത് അത് ചൂടാവുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, സവോള എല്ലാം ഫൈൻലി ചോപ്പ് ചെയ്തതാണ്. എല്ലാം ഒരു 2.5 ടേബിൾ സ്പൂൺ വീതമുണ്ട്. അത് ആദ്യം ഇടാണ്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചേക്കുന്ന കാശ്മീരി ചില്ലി ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് വേണമെങ്കിൽ അരയ്ക്കുമ്പോൾ നമുക്ക് അരി കളഞ്ഞിട്ട് വേണമെങ്കിൽ അരയ്ക്കാം. അപ്പോൾ എരിവ് കുറച്ചും കൂടെ കുറഞ്ഞു കിട്ടും. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇത്തിരി എരിവുള്ളതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിയേപ്പാടി തന്നെയാണ് അരച്ചെടുത്തേക്കുന്നത്. ഇതൊന്ന് മൂത്തോട്ടെ കേട്ടോ. ഇത് വേഗമാകും, അധികം പണിയൊന്നുമില്ല. ഇതിപ്പോൾ ഏകദേശം മൂത്തുണ്ട്. ഇതിലേക്ക് നമ്മളുടെ സോസ് ആഡ് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് എണ്ണ തെളിയണ പോലെ ആവണം. നമുക്ക് കണ്ടോ, സൈഡിൽ എണ്ണ തെളിഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഷുഗറും എടുത്ത് വെച്ചേക്കണം ആഡ് ചെയ്യാണ്. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ റെഡ് ചില്ലി സോസ് ഇല്ല, അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഗ്രീൻ ചില്ലി സോസാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സോയാ സോസ് ഇത്തിരി ആഡ് ചെയ്യാം. അത് ഓപ്ഷണലാണ്, നമ്മളുടെ ഇഷ്ടമാണ്. അതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാമെന്നുള്ളത്. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്യാൻ പോവാം. 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ആഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ആഡ് ചെയ്തു. നമ്മുടെ ഷേസ്വാൻ സോസ് ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി സെലറി ഉണ്ടെങ്കിൽ സെലറി എടുത്തിടാം.
നമ്മൾ ഈ സോസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ നൂഡിൽസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഷേസ്വാൻ സോസ് അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. ഒരു പിഞ്ച് ഗാർലിക് ഇടുക. അപ്പം തന്നെ നമ്മളുടെ ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, ഒണിയൻ, ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, ഒണിയൻ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കണം. ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, ഒണിയൻ, ക്യാപ്സിക്കം, പിന്നെ ഒരു പിഞ്ച് ഓഫ് ഗാർലിക്കുമാണ് ഞാൻ ഇതിലേക്ക് ഇട്ടേക്കുന്നത്. ഞാൻ സെയിം പാൻ തന്നെ യൂസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഷേസ്വാൻ സോസൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെ കേട്ടോ അത് തന്നെ ആഡ് ചെയ്യും. സെയിം പാൻ തന്നെ യൂസ് ചെയ്തത്. ഇതൊന്നും അധികമൊന്നും പണിയില്ല കേട്ടോ. പിന്നെ ഒരു ചെറിയ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. ഒരു പിഞ്ച് ഓഫ് ബ്ലാക്ക് പെപ്പർ അല്ലെങ്കിൽ വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. പിന്നെ അതിപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് സോട്ടാവുന്ന ടൈമിനുണ്ട് നമുക്ക് നൂഡിൽസ് എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് ഷേസ്വാൻ സോസ് ഒഴിച്ചിട്ട് നൂഡിൽസിൻ്റെ അരിപ്പിലേക്ക് പോവാം. ആദ്യം നമ്മൾ ഒരു 2-2.5 ടേബിൾ സ്പൂൺ മതിയാവും. ബാക്കി നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കാം. പിന്നീട് നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യം വരുമ്പോഴൊക്കെ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ നൂഡിൽസിലെടുത്തേക്കണ മാവ് 2 കപ്പ് ഗോതമ്പ് മാവാട്ടോ എടുത്തേക്കണം. 2 കപ്പ് ഗോതമ്പ് മാവിന് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ എണ്ണയും യൂസ് ചെയ്തിട്ട് കുഴച്ച് ഇടിയപ്പത്തിൻ്റെ സേവാമഴിയിലിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്തേക്കുന്നതാണ്. തിളച്ച വെള്ളത്തിലേക്ക് വേണം പിഴിയാൻ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് പോകും. നമ്മൾ അധികം ചൂടോടെ ഇടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തിരി തണുത്തതാണ് നല്ലത്. നൂഡിൽസൊക്കെ നന്നായിട്ട് സോട്ടായിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ സോസൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനായിരിക്കും കുറച്ച് ടേസ്റ്റ്. നല്ല എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും ഇഷ്ടമാവുക. വേണ്ടവർക്ക് ടൊമാറ്റോ സോസ് ചേർക്കാം. നമ്മൾ ഇതൊരു എരിവുള്ള ഡിഷാണല്ലോ. ഷേസ്വാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും എരിവുള്ളൊരു ഡിഷായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ വേറെ സോസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ നേരത്തെ തന്നെ ഷേസ്വാൻ സോസ് ഉണ്ടാക്കിയപ്പോൾ തന്നെ അതിനകത്ത് ചില്ലി സോസും പഞ്ചസാരയും ഉപ്പും ഒക്കെ ഇട്ടേക്കണമുണ്ട്. ഇതിൽ ഞാൻ പ്രത്യേകിച്ചൊരു ഉപ്പ് ഇട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചപ്പം അതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടാണ് കുഴച്ചത്. പിന്നെ ആ സോസിലും ഉപ്പുണ്ട്. അതുകൊണ്ട് വേറെ ഒരു ഉപ്പ് ഞാൻ ആഡ് ചെയ്യണ്ട. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഡ്രാഗൺ ചിക്കനാണ്. ഡ്രാഗൺ ചിക്കന് വേണ്ടിയിട്ട് ഞാനൊരു 300 ഗ്രാംസ് ചിക്കൻ സ്ട്രൈപ്പായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീളത്തിലാണ് കട്ട് ചെയ്യണത്. ഉണ്ടോ? സ്ട്രൈപ്പായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതോ ചതച്ചതോ ഒരു 2-2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, മൈദ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ കൂട്ടിയിട്ട് വേണം. ഒരു ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടി ഇടാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഇത്തിരി അതിലേക്ക് തന്നെ നമ്മൾ കുറച്ച് റെഡ് ചില്ലി പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഉപ്പും ചേർത്ത് ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ മുക്കി പൊരിക്കാനുള്ള ഒരു മിശ്രിതം ആദ്യം തന്നെ റെഡിയാക്കുകയാണ്. ഇതിപ്പോൾ 300 ഗ്രാംസ് ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദ, ഒരു പിഞ്ച് ഓഫ് നമ്മൾ പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിൻ്റെ കൂടെ നമ്മൾ 1 ടേബിൾ സ്പൂൺ നമ്മുടെ മുളക് അരച്ചത്, അത് കാശ്മീരി മുളക് അരച്ചതാണ് ഞാൻ എടുത്തേക്കുന്നത്, അതും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് നമ്മളുടെ സോയാബീൻ സോസും കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ അഡീഷണലായിട്ട് നമുക്ക് വേണ്ടത്
ഇത് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടതാണ് ഒരു ചെറിയ ഓണിയൻ, ഒരു ഹാഫ് ക്യാപ്സിക്കം, ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് കാഷ്യൂനട്ട്, ഒരു 3-4 റെഡ് ചില്ലി, ഡ്രൈ ചില്ലി കേട്ടോ, പിന്നെ ഒരു ടീസ്പൂൺ നമ്മളുടെ ഗാർലിക് ചോപ്പ് ചെയ്തതും, ആവശ്യത്തിന് ഓയില്, പിന്നെ റെഡ് ചില്ലി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ വേണം. അപ്പം തന്നെ ഞാൻ ഗ്രീൻ ചില്ലി സോസും സോയാ സോസും എടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ചേർക്കാം എന്നുള്ള ഇതിലാണ്. പിന്നെ ഉപ്പും പഞ്ചസാരയും അത് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം നമ്മൾ ബാറ്ററിലിട്ട് ചിക്കൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്കിട്ട് ഓരോന്നും ഇത് വറുത്ത് കോരുക കേട്ടോ. ആദ്യം നമ്മൾ ഒരു ഫ്രൈങ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത്, ഒപ്പം തന്നെ ഒരു 3-4 കൊല്ലമുളക്, അത് ഞാൻ 2ആയിട്ട് ഇത് ചെയ്തിട്ടിട്ടുണ്ട്, അത് ഫുള്ളായിട്ടും വേണമെങ്കിൽ ഇടാം. പിന്നെ നമ്മുടെ കാഷ്യൂനട്ട്, അങ്ങനെ സെപ്പറേറ്റ് ടൈമിംഗ് ഒന്നും ഇല്ല കേട്ടോ, എല്ലാം ഒന്നിച്ച് തന്നെ ഇടേണ്ട ആവശ്യമുള്ളൂ. ഇതൊന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒണിയൻ ആഡ് ചെയ്യുക, ഒപ്പം തന്നെ ക്യാപ്സിക്കം. ഇത് ഓരോ ഒണിയൻ എടുത്തിട്ടുണ്ട്, ഹാഫ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂണിനടുത്ത് റെഡ് ചില്ലി സോസ് അല്ലെങ്കിൽ റെഡ് ചില്ലി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഒന്ന് സോസാകണം. ഇത് വല്ലാണ്ട് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് തന്നെ നമ്മൾ സോസുകളൊക്കെ ആഡ് ചെയ്യുകയാണ്. ഇത് ഓപ്ഷണലാണ്, സോയാബീൻ സോസ് ഒക്കെ ഓപ്ഷണലാണ്. ഇതിപ്പോൾ 1 ടീസ്പൂൺ സോയാബീൻ സോസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. എൻ്റെ കയ്യിൽ റെഡ് ചില്ലി സോസ് ഇല്ല, പകരം ഗ്രീൻ ചില്ലി സോസേ ഉള്ളൂ. അപ്പോൾ അത് ഒരു 1-1.5 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ നമ്മൾ ഇത്തിരി ടൊമാറ്റോ സോസും കൂടെ ഇടുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതും ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂണിനടുത്ത് സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പിടുക. എന്നുവെച്ചാൽ സോയാബീൻ സോസിലും ഇതിലുമൊക്കെ ഉപ്പ് ഒക്കെ ആവശ്യത്തിനുള്ളതുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ മാത്രം ഉപ്പിടുക. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്, ഷുഗർ 1 ടീസ്പൂൺ. അധികമൊന്നും വേണ്ട, 1 ടീസ്പൂൺ മതി. കാരണം നമ്മൾ മുളകൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് ഇത്തിരി എരിവ് ജാസ്തി ആവാൻ വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 ടീസ്പൂൺ നമ്മൾ ഷുഗർ ഇടുന്നുണ്ട്. ഒരു ഹാഫ് വേണമെന്നില്ല, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടു. ഇനി ഇതിലേക്ക് നമ്മളുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് നേരത്തെ നമ്മൾ ബാറ്ററിൽ മുക്കി പൊരിച്ചതാണ്. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ ആ ബാറ്ററിൽ ഒരു മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ട്, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വറുത്തെടുത്ത് വെച്ചേക്കുന്നതാണ്. ഞാൻ ആ വറുത്ത് വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് സോട്ടാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് സെലറി ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ നാട്ടിലെ മല്ലിയിലയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇട്ടാൽ മതി. അതിട്ടാലും ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ എനിക്ക് മല്ലിയില ഇടുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മല്ലിയിലയാണ് ഇടുന്നത്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് ഓഫ് ചെയ്യാം. സാധനം റെഡിയായി കഴിഞ്ഞു. ഇതാ നോക്കൂ, നമ്മളുടെ
ഉണ്ടാക്കിയ ഷേസ്വാൻ നൂഡിൽസും ഡ്രാഗൺ ചിക്കനും രണ്ടും റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഇപ്പോൾ ഇത് നൂഡിൽസൊക്കെ തന്നെ നമ്മൾ വീട്ടിൽ ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പുറത്തുനിന്നുള്ള റെഡിമെയ്ഡ് നൂഡിൽസൊക്കെ പതുക്കെ അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മളുടെ വയറിനും ഒക്കെ നല്ലതായിരിക്കും നമ്മൾ തന്നെ വീട്ടിൽ ചെയ്തെടുത്താൽ. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്തെടുത്തതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് വഴി എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.